വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് മാടായി റെസ്റ്റ് ഹൌസിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. ചരിത്രത്തിന്റെ ഭാഗമായ പഴയ കെട്ടിടം സംരക്ഷിച്ചുകൊണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് എം വിജിൻ എം.എൽ.എ. പറഞ്ഞു. ചരിത്രത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാന കെട്ടിടങ്ങളിൽ ഒന്നാണ് മാടായി റെസ്റ്റ് ഹൌസ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ വിശ്രമ മന്ദിരം മാടായി പാറയുടെ സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടം ഇന്നും ആ പഴയ സ്മരണകൾ നിലനിർത്തുന്നുണ്ട്. അതിനാൽ തന്നെ കെട്ടിടത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് പുതിയത് നിർമ്മിക്കുന്നത്. ജൈവവൈവിധ്യ കലവറയായ മാടായിപ്പാറ, മാടായിക്കാവ്, മാടായി പള്ളി തുടങ്ങിയവയുടെ ഒക്കെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ആധുനിക സൗകര്യത്തോടെ 10 മുറികളുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 4 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനെ പശ്ചാത്തല വികസന മേഖലയിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ഇവിടെ റോഡ് നവീകരണ പ്രവർത്തികൾക്ക് മാത്രമായി 35,000 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് നീക്കിവെച്ചത്. ബജറ്റ് ഫണ്ട് മാത്രമല്ല, കിഫ്ബി ഫണ്ട്, നബാർഡ് ഫണ്ട്, റീബിൽഡ് കേരള, CRIF തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനത്തെ റോഡ് വികസനം കൂടുതൽ സാധ്യമാക്കാനായി. റോഡ് നിർമ്മാണ മേഖലയിൽ മാത്രമല്ല, പാലങ്ങളുടെ കാര്യത്തിലും വലിയ മുന്നേറ്റമുണ്ടായി. നിരവധി പാലങ്ങളാണ് ഈ 10 വർഷത്തിനിടയിൽ വന്നത്. 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ്. 100 ഇപ്പോൾ അത് 150 കഴിഞ്ഞു എന്ന സന്തോഷവരെ നിങ്ങളെ അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയിലും പാലങ്ങൾ ഒരു കേന്ദ്രങ്ങളായി മാറുന്നു. എം വിജിൻ എം.എൽ.എ. ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഒരു ചെറിയ മീറ്റിംഗ് ഹാൾ എന്നത് പഴയങ്ങാടിയുടെ ഒരുപാട് മീറ്റിങ്ങുകളും പരിപാടികളും ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു മീറ്റിംഗ് ഹാൾ ഇതിനകത്തുണ്ട്. സ്റ്റോർ റൂം, ലോബി, കെയർ ടേക്കർ മുറി എന്നിവയും ഒരുക്കി 8 മുറികളാണ് നമ്മളിപ്പോൾ ഈ 4 കോടിയിൽ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ തന്നെ കുറച്ചുകൂടി മുറികൾ ഇതിന് മുകളിൽ പൂർത്തീകരിക്കത്തക്ക വിധത്തിലാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ നമ്മൾ നിർവഹിച്ചത്. കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ബബിതകുമാരി, കെ പത്മനാഭൻ, MP ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KN ഗീത, K സത്യഭാമ, KV രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.